ഹായ് ഓൾ, ഞാനിപ്പോൾ എവിടെയാണെന്നറിയോ? ബുർജ് അൽ അറബ് 24 ക്യാരറ്റ് കോഫി കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അലോങ് വിത്ത് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ഇഫ്താർ, റോയൽ ഇഫ്താർ ഒരുക്കി തന്ന ഷഫീഖ് അബ്ദുറഹ്മാൻ. ആൾ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് 17 വർഷമായിട്ടാണ് യു എയിലെത്തിയിട്ട് 17 വർഷമായിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻസും റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഹായ്. ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് റംദാൻ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? റംദാൻ അൽഹംദുലില്ലാഹ് ഇപ്പം ഉഷാറായി പോകുന്നു. റംദാൻ ഇപ്പം 17 അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല. നല്ല റാത്തായി, നല്ല ക്ലൈമറ്റ്, നല്ല എല്ലാം കൊണ്ട് അൽഹംദുലില്ലാഹ് നല്ലൊരു സമയം. ഓക്കെ, ഇപ്പോൾ ദുബായിലെത്തിയിട്ട് 17 ഇയേഴ്സ് ആയിരുന്നു. എന്താണ് ശരിക്കും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്തായിരുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലാണ് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത്. അപ്പോൾ എന്തായിരുന്നു ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്? എന്താണ് വിഷൻ ടുവേർഡ്സ് ദിസ് ഇൻഡസ്ട്രി? വിഷൻ എപ്പോഴും പറയും ഹാർഡ് വർക്കിംഗ്. ഒരാൾക്ക് ജീവിതത്തിൽ എത്ര ഒരു ലൈഫിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എത്ര ഒരു ഏജിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അതിനുള്ള എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് നിരസിച്ചില്ല അതിനുള്ള എഫക്റ്റും അതിനുള്ള ബെനിഫിറ്റും ഈ മണ്ണിൽ കാണാം. അതെൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെയുള്ള എൻ്റെ ഡ്രൈവിങ്ങിൽ ഇതുവരെ എൻ്റെ ഫ്രെയിമിംഗ് ആണ്. അതായിരുന്നു ഇതുവരെയുള്ള എൻ്റെ ലൈഫ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ദൈവത്തോട് ശുക്ർ പറയും അൽഹംദുലില്ലാഹ്. പിന്നെ ഈ രാജ്യം ഇത്രയും നമുക്ക് നല്ല എല്ലാ സപ്പോർട്ടും ഗവൺമെൻറ് എല്ലാ ഓരോ ഇവിടുത്തെ ഓരോ വ്യക്തി വെച്ച് നോക്കുകയാണെങ്കിൽ വ്യക്തി തൊട്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമുക്ക് തന്ന എല്ലാ സപ്പോർട്ടും അതെപ്പോഴും അവരോട് എപ്പോഴും നന്ദി പറയേണ്ട താങ്കളും. ഇത് ലൈക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. അതായത് ഗൾഫിൽ ജോലി എന്ന് പറഞ്ഞു വരുന്ന ഓരോ യൂത്തിനും, സ്പെഷ്യലി ഫോർ ദ യൂത്ത് ഞാൻ പറയുന്നത്, ഗൾഫിൽ ജോലി ചെയ്ത് ഏൺ ചെയ്ത് നമുക്ക് ലൈഫ് സെക്യൂർഡ് ആക്കാം എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തർക്കും ഒരു ഗ്രേറ്റസ്റ്റ് മോട്ടിവേഷനാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ വെൻ യു ആർ കമ്മിങ്, when you were traveling to Dubai, എന്തായിരുന്നു അന്നത്തെ ഡ്രീം ഉണ്ടായിരുന്നു? കാരണം എൻ്റെ ഡ്രീമായിരുന്നു എൻ്റെ ഫാമിലി, ഞാൻ വന്ന ഫാമിലി ഏറ്റവും ലോ ഫാമിലിയാണ്. അപ്പം എൻ്റെ ഫാമിലി എനിക്ക് എത്രത്തോളം എനിക്ക് ഹൈലൈറ്റ് ആക്കി സെക്യൂർ ആക്കാൻ പറ്റും, അതായിരുന്നു എൻ്റെ ഡ്രീം, എൻ്റെ ഹാർഡ് വർക്കും. പിന്നെ ഇവിടെ എത്തി ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തനുസരിച്ച് അൽഹംദുലില്ലാഹ് എനിക്ക് പിന്നെ ബാക്കോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം ഫാമിലി എല്ലാവർക്കും വേണ്ട എല്ലാ സപ്പോർട്ടും ഫുൾ ഫാമിലി ആണെങ്കിലും പിന്നെ ചാരിറ്റി ആണെങ്കിലും എൻ്റെ എല്ലാ ഓരോ മേഖലയിലും ഞാൻ അത് കാണിച്ച് തെളിയിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇത് ഞാൻ എൻജോയ് ആയിരുന്നു ലൈഫ്. കാരണം ഈ മണ്ണിൽ വന്ന് ഇറങ്ങിയ മുതൽ ഇതുപോലെ ലൈഫ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് യൂട്ടിലൈസ് ചെയ്ത്. പിന്നെ ഏറ്റവും ഞാൻ എപ്പോഴും പറയും റിസ്ക്. ലൈഫിൽ റിസ്ക് എത്രത്തോളം ഇനി ഡീപ്പായി എടുക്കുന്നോ അത്രത്തോളം. കാരണം അത്ര ലൈഫ് റിസ്ക് എടുത്തിട്ടുണ്ട്. റിസ്ക് എടുത്തവരാണ് വിജയിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ. അത്രയും ഹൈ റിസ്ക് ഒക്കെ ചില സമയത്ത് നമ്മളൊന്നും ആ റിസ്കിന് ഓരോ എടുക്കുന്ന റിസ്ക് ചിന്തിച്ചാൽ ഉറങ്ങാൻ പറ്റില്ല. കാരണം അത്രയും അപ്പോഴേ അതിനുള്ള ബെനിഫിറ്റും അതിനുള്ള നമ്മൾക്കുള്ള സക്സസും ലൈഫിൽ ചേഞ്ച് ആവുള്ളൂ. എൻ്റെ അടുത്ത് പറയുകയുണ്ടായി റാസൽ ഖൈമയിൽ ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത്, റെസിഡൻഷ്യൽ ആൻഡ് ഹോട്ടൽ ഒരു അപ്കമിങ് പ്രോജക്റ്റ് വരുന്നുണ്ട് എന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡെവലപ്പിംഗ് സ്റ്റേറ്റിലാണ് റാസൽ ഖൈമ എന്നുള്ള എമിറേറ്റ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എന്താ പറയുക, അത്രയും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള അതൊരു മാർക്കറ്റിന്റെ എക്സ്പീരിയൻസിന്റെ ഒരു നെക്സ്റ്റ് പ്രൊജക്റ്റ് ലോഞ്ചിങ് ആണ്. കാരണം ഇപ്പം റാസൽ ഖൈമയിൽ 370 റൂംസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഹ്യൂജ് പ്രോപ്പർട്ടിയാണ്. കാരണം 10 റൂംസ് ഉള്ള ഒരു ഹോട്ടലിലേക്ക് വന്ന റാസൽ ഖൈമയിൽ കുറവായിരിക്കും. കാരണം ഞങ്ങളത് ആ ഒരു പ്രൊജക്റ്റ് എടുത്ത് അതിൻ്റെ നോബിന് ശേഷം ഇൻഷാല്ലാഹ് ഓപ്പണിങ്ങാണ്. അതും ഇതുപോലൊരു റിസ്ക്കും അതിനുള്ളൊരു അതിൻ്റെ ടീമും അതിനുള്ള എനിക്ക് സ്റ്റഡി ചെയ്യുന്ന മാർക്കറ്റ് സ്റ്റഡി ആണെങ്കിലും എനിക്ക് സപ്പോർട്ടും എൻ്റെ എല്ലാം ഒരു ടീമുണ്ട് എൻ്റെ ബാക്കിൽ. ആ ടീമിൻ്റെ ഫുൾ സപ്പോർട്ട്, ആ ടീമിൻ്റെ സപ്പോർട്ടും അവരെനിക്ക് ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് അവർ പറഞ്ഞിരുന്നവരോ പിന്നെ ഞാനൊരു സപ്പോർട്ട്, അതായിരുന്നു ഇതിൻ്റെ ഒരു ത്രൂ ലൈഫ് ഇതുവരെയുള്ളൊരു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ ആവാം എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. പിന്നെ ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്?
ഇനി അടുത്ത് ഞങ്ങൾ വരുന്ന ന്യൂ അക്കോമഡേഷൻ വരുന്നുണ്ട് ദുബൈയിൽ ഒരു 950 റൂംസ് ഇനി വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഹൈലൈറ്റ് വരുന്ന പ്രൊജക്റ്റ്. പിന്നെ റാസൽ ഖൈമ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത നെക്സ്റ്റ് ഒരു 5 സ്റ്റാർ ഹോട്ടൽ ദുബൈയിൽ ഞങ്ങൾ നെക്സ്റ്റ് ഒരു അപ്ലൈങ് പ്രോപ്പർട്ടി ഒരു പ്രൊജക്റ്റ് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ഇവിടുത്തെ ഡെവലപ്പേഴ്സിൻ്റെയൊക്കെ മറ്റേ സ്റ്റാഫ്സ് ലേബേഴ്സ് താമസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ലേബർ ക്യാമ്പ്സിലാണ്. അത് ഞങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് ഞങ്ങളെ ദുബൈ ടാക്സി ഞങ്ങൾ RTA എല്ലാ അക്കോമഡേഷൻ ഞങ്ങളുടെ ടാക്സി ഞങ്ങളുടെ 4000 പീപ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളൊരു അക്കോമഡേഷൻ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ആണെന്ന് പറഞ്ഞല്ലോ മേജർ. അപ്പോൾ എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെയാണ്? റിയൽ എസ്റ്റേറ്റ് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ദുബായ്. റിയൽ എസ്റ്റേറ്റ് ഇപ്പം ഏത് കണ്ണ് അടച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മേഖല ഉണ്ടാകും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റാണ് ദുബൈയിൽ. കാരണം അത്രയും വളർച്ച, അത്രയും ബൂമിങ്, അത്രയും ഹൈ മാർജിൻ പോയിക്കൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ്. കാരണം നമുക്ക് അത്രയും അക്കോമഡേഷൻ റിക്വയർമെന്റ് അത്രയും വരുന്നുണ്ട് ഞങ്ങൾക്ക്. കാരണം അത്രയും പ്രൊജക്റ്റ് വരുന്നതുകൊണ്ടല്ലേ. അത്രയും ആൾക്കാർ ഇവിടെ വരുന്നതല്ലേ. 200 കൺട്രീസ് ആൾക്കാർ ഇവിടെ വരുന്നതല്ലേ. അവർക്കുള്ള അത്രയും പ്രോപ്പർട്ടി, കാരണം അത്രയും ഓരോരുത്തരും പ്രോപ്പർട്ടി വാങ്ങുന്നതും ഈ ഒരു സെക്കൻഡ് ഹോം കൺട്രി അല്ലേ ഇത്. സെക്യൂർ, ഏറ്റവും ലൈഫ് സെക്യൂർ ആയി ഇത്രയും നല്ല സെക്യൂറും സേഫ്റ്റി ഉള്ള ഒരു കൺട്രി ഐ തിങ്ക് നെവർ ഐ കാൻ ഫൈൻഡ് any in world. I think there is no any other country I think better than this as per the secure, safety, freedom. There is no. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ പറയുക, മോസ്റ്റ് അമേസിങ് തിങ് ദാറ്റ് നാഷണൽ ഡേക്ക് ഒരു എന്താ പറയുക ഐക്കോണിക് ആയിട്ട് തിളങ്ങുന്ന ഒരു താരം കൂടിയാണ് നമ്മുടെ ഷഫീഖ് സാറ്. അപ്പോൾ എന്താണ് എക്സ്പീരിയൻസ്, എന്തൊക്കെയാണ് ചെയ്യാറ്? അത് കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ നേടിയെടുത്തതിൻ്റെ ദുബായോടുള്ള കടപ്പാടാണ്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ നേടിയെടുത്തൊരു വിജയമുണ്ട്. ആ വിജയത്തിന് എനിക്ക് നാടിൽ നിന്ന് എനിക്ക് തന്ന ഒരു വിജയം, നാട് എനിക്ക് തന്ന സപ്പോർട്ട്, ഈ നാട് എന്നെ കണ്ടത്, ഞാൻ കാല് വെച്ച മണ്ണ്. അപ്പോൾ ഈ മണ്ണിനോട് ഞാനൊരു വ്യത്യസ്ത രീതിയിൽ എൻ്റെ ഒരു സന്തോഷം, സ്നേഹം കാണിക്കും. അതാണ് കാരണം പലർക്കും പല രീതിയിൽ അതെൻ്റെ ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഇവിടുത്തെ എല്ലാം ദുബായ് ഗവൺമെൻറ് എനിക്ക് അതിനെല്ലാം സപ്പോർട്ടും അവരെല്ലാം വർഷവും അതിനുള്ള സർട്ടിഫിക്കറ്റും എനിക്ക് എല്ലാം കിട്ടാറുണ്ട്. അതിനുള്ള വിന്നർ ഓഫ് കപ്പും എല്ലാം കിട്ടാറുണ്ട്. അതെൻ്റെ ഒരു ആദരവാണ് ഈ നാടിനോടുള്ള. അതെ, അതായത് അതിന്റെ കൂടെ കേർട്ടസി എന്നുള്ളൊരു കാര്യം. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ വന്ന വഴി മറക്കരുത് അല്ലേ. അത് ജീവിതത്തിൽ അത് തുടർന്ന് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഒരു എല്ലാവരും പല രീതിയിൽ അവരുടെ സ്നേഹം കാണിക്കും. ഞാൻ വ്യത്യസ്തമായിട്ട് എൻ്റെ ഒരു ഹാപ്പി അതാണ്. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് എൻ്റെ ഫാമിലി സപ്പോർട്ട്. എനിക്ക് എൻ്റെ വൈഫും എല്ലാം ഫാമിലി സപ്പോർട്ട്. കാരണം ഞാൻ ഏത് റിസ്ക് എടുക്കുമ്പോഴും അവരെൻ്റെ ഫുൾ സപ്പോർട്ടും അവരെല്ലാം അതാണ് ഏറ്റവും അവരുടെ പ്രാർത്ഥനയും എപ്പോഴും ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എപ്പോഴും പറയണം. അതെ, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉള്ളത് തന്നെ ബ്ലെസ്സിങ് ആണ്. കാരണം അല്ലേ ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും, അതായത് ദുബായിലേക്ക് വരുന്ന എല്ലാ യൂത്തിനും എക്സ്പാറ്റ്സിനും ഒരു ബിഗ്ഗസ്റ്റ് റോൾ മോഡലാണ് നമ്മുടെ ഷഫീഖ് സാറ്. നിങ്ങൾ ആരും ഹാർഡ് വർക്ക് ചെയ്യാൻ ആരും റെഡിയാണോ? അതാണ് നമ്മുടെ തിയറി. കാരണം ഹാർഡ് വർക്ക് ആൻഡ് ഡിസിപ്ലിൻ, ഡെഡിക്കേഷൻ. And you have to dream. ദുബായിലെ 7 സ്റ്റാർ ഹോട്ടലായ ബുർജ് അൽ അറബിൽ ഇന്ന് റോയൽ ഇഫ്താർ ഒരുക്കിയ നമ്മുടെ ഷഫീഖ് ഭായ് വേറൊരു സർപ്രൈസും കൂടി തന്നു. അതായത് 24 കാരറ്റ് ഗോൾഡൻ കാപ്പുച്ചീനോ, അതാണിത്. അപ്പോൾ ഇത് ഒരുക്കിയിരിക്കുന്നത് തന്നെ, ഇത് കൊണ്ടുവന്ന് തന്നത് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രേഡ് മുകളിൽ ഫുള്ളി ഗോൾഡൻ ആണ്, മീൻ ഗോൾഡനിഷ് ആണ് എല്ലാം. ഇതിൽ ബുർജ് അൽ അറബ് എന്നാണ് അറബിയിൽ എഴുതിയിട്ടുള്ളത് അല്ലേ. ആ, ഇതെന്താണ് അതിൻ്റെ കൂടെ? ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഗോൾഡൻ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്, ബട്ട് ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. റിയലി നൈസ്. ലൈക്ക്
ഇത് ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റർ ക്യാപ്പുച്ചിനോ, ഒരു മൈൽഡ് ടേസ്റ്റ് ആണ്, മീഡിയം. ഈ ഗോൾഡ് പ്യുവർ ഗോൾഡ്. അത് എന്താണ് ഈ 24 ക്യാരറ്റ് 22 ക്യാരറ്റ് എന്ന് വെച്ചാൽ സെയിം ലൈക്ക് നമ്മൾ ഗോൾഡ് മേടിക്കുന്ന പോലെ തന്നെ ക്വാളിറ്റി. ഏതൊരു ആഗ്രഹത്തിൻ്റെയും അത് സ്വന്തമാക്കിയെടുക്കാനുള്ള അതിൻ്റെ പ്രൈസോ ഒന്നിലും അല്ല കാര്യം, ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഈ രാജകീയ വിരുന്ന് ബുർജ് അൽ അറബിലെ ദുബായിലെ ഫസ്റ്റ് 7-star ഹോട്ടലായ ബുർജ് അൽ അറബിൽ ഈ രാജകീയ വിരുന്നൊരുക്കി തന്ന, ഒപ്പം ഈ ഗോൾഡൻ ക്യാപ്പുച്ചീനോ സർപ്രൈസും കൂടി തന്ന നമ്മുടെ ഷഫീഖ് ബായ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ബുർജ് ഖലീഫയെക്കാളും ഉയരത്തിലെത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളും കൂടെ ഉണ്ടാവും. Enjoy.